100 ജന്മങ്ങളുടെ പുണ്യമാണ് ഒരു കലാകാരൻ്റെ ജന്മം എന്ന് കേട്ടിട്ടുണ്ട്. ഈ ജന്മങ്ങളിലും പുണ്യങ്ങളിലും ഒന്നും വിശ്വാസമില്ലാത്തവരും നിഷേധിക്കാത്തൊരു കാര്യമുണ്ട്. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓരോ കലാകാരനും, ഒരു വേഷക്കാരനായാലും പാട്ടുകാരനായാലും കൊട്ടുകാരനായാലും ഓരോ കലാകാരനും വളർന്നു വരുന്നത്, എത്രത്തോളം പ്രതീക്ഷകളും കൊണ്ടാണ് അവർ രംഗത്തേക്ക് കാല് വെക്കുന്നത് എന്നത്. ഇത് കഥകളിയുടെ മാത്രം കാര്യമല്ല. എന്നാലും തൽക്കാലം നമുക്ക് കഥകളിയെക്കുറിച്ച് മാത്രം പറയാം. കൈയും മെയ്യും മനസ്സും ഒന്നാക്കി ചോര നീരാക്കി അത്യധ്വാനം ചെയ്ത് വലിയ നിലയിൽ എത്തിച്ചേരുന്ന പല കലാകാരന്മാരും പിന്നീട് ലഹരിയുടെ പടുകുഴിയിലേക്കോ അല്ലെങ്കിൽ ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുന്ന കടുത്ത തീരുമാനങ്ങളിലേക്കോ എത്തിച്ചേരുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായോ സാമൂഹികമായോ ശാരീരികമായോ മാനസികമായോ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്നറിയാം, ഇനിയൊരു കലാകാരനെ നഷ്ടപ്പെടാൻ നമ്മൾ ഒരുക്കല്ല. എന്ത് തന്നെ കാരണം കൊണ്ടായാലും ഇനിയൊരു കഥകളിക്കാരൻ, ഇനിയൊരു കലാകാരൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. കഥകളിയുടെ ലോകത്തു നിന്ന് തന്നെ നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും സഹായിക്കാനുമായി ഒരു സംഘം, ഒരു സൗഹൃദ സംഘം 2025 ഡിസംബർ 15 മുതൽ ഇവിടെ സുസജ്ജമാണ്. സ്വൈരവചനം എന്ന പേരിലുള്ള ഈ സൗഹൃദ സംഘത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കഥകളി ആസ്വാദകയും സംഘാടകയുമായ ശ്രീമതി നിഷ മേനോൻ ചെമ്പകശ്ശേരി, PSV നാട്യസംഘത്തിന്റെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന ഡോക്ടർ അഗബൂർ സന്തോഷ്, കഥകളി ആസ്വാദകൻ കൂടിയായ ഡോക്ടർ സഞ്ജു പാലശ്ശേരി, കഥകളി കലാകാരിയും സൈക്കാട്രിക് സോഷ്യൽ വർക്കറുമായ ആർച്ച ഗൗരി വർമ്മ, കഥകളി വേഷം കലാകാരനും ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ കലാമണ്ഡലം പ്രശാന്ത് എന്നിവരടങ്ങിയ 5 അംഗ പാനൽ നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ നിങ്ങളുടെ കൂടെ നിൽക്കാനും സദാ സന്നദ്ധരാണ്. ഇനി ഒരു ജീവനും പൊലിയരുത്, ഒരു ജീവിതവും പൊലിയരുത്.